ചൂടോടുകൂടി ഹൽവ കഴിക്കാട്ടോ. തന്നെ കഴിക്കാനാവോ? കഴിഞ്ഞു. എന്താണ് ചൂടോടെ കഴിക്കുന്നത്? ആ ടേസ്റ്റ് കേട്ടോ. ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ സ്വന്തം കോഴിക്കോടൻ ഹൽവയുടെ വിശേഷങ്ങൾ കണ്ടാലോ. വേൾഡ് ഫേമസ് ആയ കോഴിക്കോടൻ ഹൽവ, അതിൻ്റെ മേക്കിംഗ്, അതിൻ്റെ പ്രോസസ്സ്, അതൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോവാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. ഒരു ലൈക്കൊക്കെ അടിച്ച് അങ്ങനെ കണ്ടോളി കേട്ടോ. ഇത് സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റ് വരുന്നില്ലേ, ആ ഭാഗത്ത്, നമ്മളെ ബീച്ച് ഭാഗത്തൊക്കെ തന്നെ അവിടെ ഒരുപാട് ഹൽവ മേക്കിംഗ് കമ്പനീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നിൽ ഞാൻ കയറി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അഡ്രസ്സൊക്കെ നമുക്ക് മെല്ലെ പറയാം. ഇത് HS ഹൽവ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് അവിടെ കയറി അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം കേട്ടോ. നിങ്ങൾ പിന്നെ ഇതുപോലുള്ള ഈ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും അധിക പേരൊന്നും ഈ ഹൽവ മേക്കിംഗ് നമ്മൾ ഒരുപാട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ കാണാനുള്ള സാധ്യത കുറവാണ്. കണ്ടില്ലേ, നമ്മളെ ഓതൻറ്റിക് ആയിട്ടുള്ള കറുത്തലുവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. കുറേ ഫ്ലേവേർഡ് അലുവകളും. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു സൈഡിലേക്ക് നമ്മളെപ്പോഴത്തെ ഫ്രൂട്ട് ഫ്ലേവേഴ്സൊക്കെ ഇല്ലേ, പച്ചമുളക് മുതൽ പല ഫ്രൂട്ട് ഫ്ലേവേഴ്സ്, ആ അലുവകളൊക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ കണ്ടങ്ങനെ പോവാം, ടേസ്റ്റും ചെയ്യാം. കിട്ടിയാൽ നമുക്ക് അതാണല്ലോ നമ്മളെ കാര്യം. ടേസ്റ്റ് ചെയ്ത് കാഴ്ചകൾ കണ്ട് അങ്ങനെ പോവാം. ഫുൾ വിറകടുപ്പിൽ ആണ് പരിപാടി. ആ ചൂട് ഭയങ്കര തന്നെ കേട്ടത് വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ കണ്ടില്ലേ, വെളിച്ചെണ്ണ തള്ളച്ചിങ്ങനെ കയറി വരികയാണ്. വെളിച്ചെണ്ണയിലും നെയ്യിലൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചില സ്ഥലത്തൊക്കെ ഓയിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലൊന്നും അധികം ഓയിലൊന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് ഇവരായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ മെയിനായിട്ട് ഇതിൽ പഞ്ചസാര, മൈദ, പിന്നെ ഇതിനാവശ്യമായ ഫ്രൂട്ട്സിൻ്റെ പഴുപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ക്വാണ്ടിറ്റി ഓയിൽ പറഞ്ഞാൽ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ. പിന്നെ നെയ്യ് ചെയ്യുന്ന അലുവയാണെങ്കിൽ നമ്മളെ പ്യുവറായിട്ടുള്ള നെയ്യും വരും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ അത്രയുള്ള സാധനങ്ങൾ. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു ചൂട് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു പാട് ഭയങ്കര തട്ടെ. വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ കണ്ടല്ലേ, ഉണ്ടാക്കി വന്നാലും തന്നെയുള്ള 10-35 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കി വരുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു 5-10 ലിറ്റർ കിട്ടിയാലായി ഇതാരും പറഞ്ഞു. ബാക്കിയൊക്കെ ഇതിൽ കൺസ്യൂം ആകും. അത്രയും ഓയിലുള്ളൊരു സാധനം തന്നെയാണ് ഈ ഹൽവ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മൈദപ്പൊടിയല്ല, മൈദേൻ്റെ പാലാട്ടോ. അത് ഞാൻ കാണിച്ചുതരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. ഈ ഗന്ധം നാളെ മാറ്റും, ഒഴിവാക്കും, മുകളിലത്തെ മാത്രം. പിന്നെ അടിയിൽ മാവുണ്ടാവും. അങ്ങനെ 2 ദിവസം വെക്കും. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് വേറെ വെള്ളം കൊടുത്തിട്ട് 3-ാമത്തെ ദിവസം അതാണ് എടുക്കുക. ആ വെള്ളം ഒഴിവാക്കിയിട്ട് പിന്നെ മാവ് മാത്രം. ആ മാവ് മാത്രം. ഇതാണ് ഇപ്പം 3-ാമത്തെ ദിവസം നമുക്ക് എടുക്കാറുള്ളത്. മാവാണ് എടുക്കുക. കുളിപ്പിക്കുക തന്നെ ശരിക്കില്ല, കുളിക്കണം. കുളിച്ചില്ലെങ്കിൽ സെറ്റാവില്ല. കണ്ടില്ല, ഓരോ ദിവസത്തേക്കുള്ള മൈദ ഇങ്ങനെ കലക്കി വെച്ച് അത് 2-3 ദിവസം കൊണ്ട് സെറ്റാക്കി എടുക്കുന്നതാണ്. എന്നിട്ട് അവസാനം അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നമ്മുടെ കൂവപ്പൊടിയൊക്കെ ഇതാക്കി എടുക്കില്ല, അതേപോലെ ഫിൽട്ടർ ചെയ്ത് വരുന്ന പുളിച്ച് ഇതാണ്. അതിലാണ് നമ്മൾ മൈദ ഉണ്ടാക്കുക. നമ്മളല്ല അവരുണ്ടാക്കുക കേട്ടോ. അതൊരു 3 ദിവസം ടൈം. പക്ഷേ ഇത് ഉണ്ടാക്കാൻ ഒരു 10-20 മിനിറ്റ് മതി. അത്രയും ചൂടിൽ പെട്ടെന്ന് 20-25 മിനിറ്റ് കൊണ്ട് ആവുന്നുണ്ട് കേട്ടോ. നമ്മളൊന്ന് പോയി വന്നപ്പോഴത്തേക്ക് ഇവിടെ വെളിച്ചെണ്ണയൊക്കെ മുക്കി മാറ്റി ആ ഒരു മോൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ എപ്പോഴും അലുവ മുറിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പൊക്കെ കണ്ടില്ലേ, അതെങ്ങനെയാണ് ചെയ്യുക. മോൾഡിൽ അണ്ടിപ്പരിപ്പ്, അങ്ങനത്തെ നട്ട്സ്, പല സാധനങ്ങളും ഓരോന്നായിരിക്കും. അതൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല ഹെവി ചൂടാണ് കേട്ടോ എപ്പോഴും ആ സാധനത്തിന്. അതുകൊണ്ട് കൈ കൊണ്ടൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല. എന്തായാലും ഒന്നൊന്ന് കഴിച്ചു നോക്കണം, പല സാധനങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കിയൊന്ന് പോവുള്ളൂ. ഇതെന്തായാലും ഒരു കഷ്ണം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ എടുത്തേക്കണം കേട്ടോ. പിന്നെ എടുക്കാൻ പറ്റില്ല. ഒമ്പ് കഴിക്കാനുള്ള അവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. സമയം കൊണ്ട് ഞാൻ വേറെ ഒന്ന് കവർ ചെയ്യാൻ പോയി. നമ്മളെ കറുത്തലുവൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇവിടെ ഇപ്പം എന്താ പറയുക, ലേറ്റസ്റ്റ് ആയിട്ടല്ല, കുറച്ചായിട്ട് മെഷീൻസിലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് പാത്രം എടുത്ത് മാറ്റാനൊക്കെ 2-3 ആളൊക്കെ വേണ്ടേ. അപ്പോൾ ഒരു മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പരിപാടിയല്ലേ. അതൊന്ന് തിരിച്ചു കൊടുത്താൽ അവൻ്റെ ഉരുളി അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് മുക്കി മാറ്റിയാൽ മതി. അപ്പോൾ കുറേ പണി കുറഞ്ഞ് കിട്ടും. വളരെ സ്പീഡായിട്ട് കാര്യങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ അടുപ്പിൻ്റെ ചൂട് ഭയങ്കരമായിട്ടോ. നമ്മുടെ മന്തിക്കുഴിയൊക്കെ പോലത്തെ ഒരു സെറ്റപ്പാണ്. വിറകിട്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അവിടെ. പടുത്തൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. നമുക്ക് വല്ല കറുത്തലവൻ്റെ പണി ഒന്ന് ഫുള്ള് കണ്ടോക്കെ അല്ലേ. ഭയങ്കര ചൂടാട്ടോ. കണ്ടില്ലേ, ഇത് കറുത്തലവ ശർക്കരയിലാട്ടോ. ബാക്കിയൊക്കെ പഞ്ചസാര അല്ലേ. ഇത് ആ കളറ് വരുന്നത്
ശർക്കര പിന്നെ എന്തൊക്കെയോ നമ്മളെ മസാലയൊക്കെ അതൊക്കെ ചേർക്കുന്നുണ്ട്. വല്ലാത്തൊരു ഫ്ലേവറാണ് ഇത്, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ, എണ്ണ തിളക്കി നോക്കിയാട്ടെ. അപ്പോൾ അതൊക്കെ മുഖ്യമായിട്ട് നേരത്തെ അല്ലേ 10-30 ലിറ്റർ എണ്ണ വെച്ചിട്ട് ഇത്രയും സാധനം ബാക്കിയുള്ള എണ്ണ. ഇതൊക്കെ കാണുമ്പോഴാണ് ഹലുവ ശരിക്ക് ഭയങ്കര ഓയിലായിട്ടുള്ളൊരു സാധനം തന്നെയല്ലേ. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് ചില ആൾക്കാർക്ക്, എല്ലാവർക്കും. ചില ആൾക്കാർക്കല്ല. നമ്മളൊരു പരിപാടി ഉണ്ടെങ്കിൽ എവിടെ ആയാലും നമുക്ക് ഹലുവ ഇല്ലാത്തൊരു പരിപാടി ഇല്ല. നമ്മൾ വീട്ടിൽ കൂടുതലായാലും കല്യാണമായാലും അവിടെയൊക്കെ ഒരു കഷ്ണം ഹലുവ ഉണ്ടാവും അല്ലേ. അതിങ്ങനെ മോൾഡ് ചെയ്യുന്നത് നമ്മളെ കറുത്തലുവ, ഗരം മസാലൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതും ഒരു കഷ്ണം എന്തായാലും ടേസ്റ്റ് ചെയ്യണം. കഷ്ണം ചൂടൊക്കെ തണിയും വലിയ നമ്മളോട് എടുത്തേക്കാൻ പറയാം. എന്തായാലും ചൂട് തണിയാൻ കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ആലുവ ഏകദേശം സെറ്റായിട്ട് ഇത് മാംഗോ ഫ്ലേവർ ആണെന്നാ പറഞ്ഞത്. കഴിച്ചു നോക്കട്ടെ. ചൂടോടുകൂടി ഹലുവ കഴിക്കട്ടോ. നമ്മൾ വാങ്ങി കഴിക്കുന്ന ഒരു ടേസ്റ്റ് നല്ല സാധനം. ചൂടിൻ്റെ വിചാരിക്കാൻ നല്ല ചൂടാട്ടോ, നല്ല ഫ്ലേവർ. ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് ട്രൈ ചെയ്ത് നോക്കണം. നീ വല്ല പോയി കറുത്തലവ് എടുക്കട്ടെ കേട്ടോ, അത് തണുത്തിട്ടുണ്ടാവും കുറച്ച് നേരം. ചെറിയൊരു ചൂട് എങ്ങനെയായാലും ഉണ്ട് കേട്ടോ. അത് ഉണ്ടല്ലേ, കാണാൻ തന്നെ എന്താ പറയുക. അപ്പോഴത്തെ അടുത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു 25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതും സെറ്റാവും. അപ്പോഴത്തേക്ക് വല്ലത് കഴിച്ചിട്ട് വരാം കേട്ടോ. കുറച്ച് നേരമായി അതാണ് നേരത്തെ വിളിച്ചത്. എന്നാലും നമ്മൾ നേരത്തെ തന്ന ഒരു മാംഗോ ഫ്ലേവറിൽ അലുവയാണ്. ഇപ്പോൾ നമ്മൾ നാടൻ ഒത്തൻറ്റിക് ആയിട്ടുള്ള പഴയ കറുത്തലുവ കഴിച്ചോട്ടെ. ഫ്രഷ് സാധനം കേട്ടോ. ഞാനെന്തായാലും ഉറപ്പിച്ചു ഇനിയിപ്പോൾ ഹലുവ വാങ്ങാണ് ഇതേമാതിരത്തെ സ്ഥലത്ത് വന്ന് വാങ്ങാം. ഇവിടെ ഹോൾസെയിൽ റേറ്റിലൊക്കെ നമുക്ക് കിട്ടും. ചൂടോട് കിട്ടുന്ന ടേസ്റ്റ് വേറെ തന്നെയാണ് സാധനം. സിൽക്ക് സീറ്റിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. കുറേ കമ്പനികളുണ്ട്. നമ്മൾ വന്നേരം കമ്പനീൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം വീട്ടിലേക്ക് വേണ്ട. അപ്പോൾ വീഡിയോ നല്ല അവസാനിപ്പിക്കാം. ഒരുപാട് ഫ്ലേവേഴ്സുള്ള ഹലുവകൾ കാണാൻ പറ്റിയിട്ട് നമ്മുടെ പച്ചമുളകിന് മാത്രം കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിലൊക്കെ ചെയ്യാം. ചക്ക, മാങ്ങ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ ഞാൻ വരാൻ നേരമാണ് നമ്മുടെ ഇളനീൻ്റെ ഹലുവല്ലേ, അതുവരെ പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റ് ആ ഭാഗത്തുള്ള HS ഹലുവ കേട്ടോ. അടിപൊളി സ്പോട്ട്.